afternoon, dear students. Prayer. Okay, we are continuing exercise 8.3. So take your textbook, page 133, question number 2. Kamala borrowed rupees 26,400 from a bank to buy a scooter at a rate of 15% per annum compounded yearly. What amount will she pay at the end of 2 years and 4 months to clear the loan? Hint: find A for 2 years with interest is compounded yearly and then find SI on the second year amount for 4 by 12 years. Here Kamala borrowed amount 26,400. So this is a principal amount. To buy a scooter at a rate of 15% per annum. PA means per annum, compounded yearly. This compound interest is taken in every year. So rate is 15% and compounded yearly. You must take care of compounded yearly or compounded half yearly. Compounded yearly means per year compound interest is added to the principal amount. Compounded half yearly means what is half year? 6 months. 1 year is 12 months. So it's a half is 6 months. So every 6 months it's a compound interest added to principal amount, that is compounded half yearly. I think all of you got. Now listen here in compounded yearly. Okay. And what amount will she pay at the end of 2 years and 4 months to clear the loan? After 2 years and 4 months, she need to clear the loan. So N is 2 years 4 months. But here 4 months we need to separate calculate. Okay. And N first we need to calculate amount, compound interest amount is for 2 years. Okay, then that amount is the principal amount of next 4 months and calculate a simple interest. Then add both, we get last final amount. Once again, compound interest means every year it's a compound interest. Every year its interest is added to the principal amount and principal amount new in next year. Okay. ആദ്യം പറയട്ടെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഓരോ ഇയറും ആ ഇൻട്രസ്റ്റ് നമ്മൾ എമൗണ്ടിനോട് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചോളാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എപ്പോഴും എമൗണ്ട് സെയിം തന്നെയാണ്. ഓരോ വർഷവും ആ ഇൻട്രസ്റ്റ് മാത്രം അങ്ങ് കൂട്ടുന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന് അതുകൊണ്ടാണ് I=PNR/100 നമ്മൾ സെപ്പറേറ്റ് എത്രയാണോ എത്ര വർഷമാണോ തന്നിരിക്കുന്നത് അത്രയും സമയത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ആഡ് ചെയ്താൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ തീരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇയറും കംപ്ലീറ്റ് ആവുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം നെക്സ്റ്റ് ഇയർ വരുമ്പോൾ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും വരിക. അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ ഇപ്പൊ N=2 years and 4 months എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഇയറും 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് ന്യൂ എമൗണ്ട് ആണ് സെക്കൻഡ് ഇയറിലേക്ക് വരിക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഈ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ ന്യൂ എമൗണ്ട് ആണ് 4 monthsന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രിൻസിപ്പൽ എമൗണ്ട് ആകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല
ഫോർമുല വെച്ച് ഇത്രയും n ഈക്വൽ ടു 2 ഇയേഴ്സിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചല്ലോ. എ ഈക്വൽ ടു പി ഇൻറ്റു 1+r/100 അതാണ് കോമ്പൗണ്ടഡ് ഇയർലി വരുമ്പോൾ നമ്മുടെ ഫൈനൽ എമൗണ്ടിനുള്ള ഫോർമുല. ആ എമൗണ്ടിനുള്ള ഫോർമുല വെച്ച് ഇത് കാണും. ഇത് കണ്ടുപിടിക്കുമ്പോൾ അതാണ് ആ എമൗണ്ട് ആണ് നെക്സ്റ്റ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പം ആ നെക്സ്റ്റ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് എടുത്തിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. 4 മന്ത്സിന് വേണ്ടി സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം ഈ 4 മന്ത്സ് അവിടെ തീരാൻ പോവാ ലാസ്റ്റാ. അപ്പോൾ നമ്മൾ ആ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് ഇട്ട് 4 മന്തിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻട്രസ്റ്റ് ഈ എമൗണ്ടിനോട് ആഡ് ചെയ്താൽ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, തന്നിരിക്കുന്ന എമൗണ്ട് ആയിരിക്കും അവർ ബോറോ ചെയ്തത് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് തരും. ആ എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് തരും, റേറ്റ് എഴുതുക, അത് 6 ആണ്. ദെൻ n തരും, എത്ര വർഷത്തേനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തരും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 കാര്യം നമ്മൾ ഇതുപോലെ എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പൗണ്ടഡ് ഇയർലി എന്നാണോ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോമ്പൗണ്ടഡ് ഇയർലി എന്നാണെങ്കിൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1+r/100 ആ ഫോർമുല ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1+r/200 ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ 2n എന്ന് വരാൻ കാരണം ഹാഫ് ഇയർലി ആണ്. അപ്പോൾ 1 ഇയറിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2n എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന n എത്രയാണോ ആ n 2n പറഞ്ഞതിനകത്ത് ഇട്ട് കൊടുത്ത് പുതിയ n കണ്ടുപിടിച്ചിട്ട് വേണം ഈ കോമ്പൗണ്ട് ഹാഫ് ഇയർലി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ. ആ 2 കാര്യം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ വരുവാണെങ്കിൽ ഈ പോർഷൻ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല വെച്ച് കാണുക. അപ്പോൾ കിട്ടുന്നത് നമുക്ക് എമൗണ്ട് ആണല്ലോ. ആ എമൗണ്ട് ഈ ഭാഗത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുത്തോണ്ട് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് പി ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എ ആണ് പി ഇൻറ്റു 1+r/100 ഈ എ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും എല്ലാം കൂടെ ചേർന്ന പുതിയ എമൗണ്ട് ആണ് കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ പക്ഷേ അങ്ങനെയല്ല. സിമ്പിൾ ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഇൻട്രസ്റ്റ് തന്നെ കണ്ടുപിടിക്കുകയാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പലിശ എന്ന് പറയും. പലിശ കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ടിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ, അതായത് ആ പലിശ തന്നെ കണ്ടിട്ട് പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ആഡ് ചെയ്യുവാണ് വേണ്ടത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്, ആ ഫൈനൽ എമൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എമൗണ്ട് കണ്ടിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇപ്പം 4 കാര്യങ്ങൾ മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ എഴുതുക. കോമ്പൗണ്ടഡ് ഇയർലി ആണോ ആനുവലി ആണോ എന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ. ഇനി 3rd പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ ഇയർ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുക. ബാക്കി പോർഷൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ കണ്ട എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുക. ഓക്കെ, അത് നമ്മളൊരു പ്രോബ്ലം ഉണ്ട്, 2 എണ്ണം ഉണ്ട് അങ്ങനത്തെ. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ എ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻസ് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പം കോമ്പൗണ്ടഡ് ഇയർലി ആണോ ഹാഫ് ഇയർലി ആണോ, പിന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതുപോലെ എഴുതുക. അതിനുശേഷം ഇത് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ഏത് ഫോർമുല വേണ്ടത് അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കോളൂ. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കാൽക്കുലേറ്റ് കോമ്പൗണ്ട് എമൗണ്ട് ഫോർ 2 years.
then that amount take as principal amount for this months and calculate simple interest and add, we get a final amount. Okay, so first we calculate compound amount amount for the question is what amount will she pay at the end of 2 years and 4 months. So we need to find amount A equal to P into 1 plus R by 100 all raised to N. Final amount we need to find. First we take for N equal to 2. Okay. So this is compound interest method. Now this is equal to 26400 into 1 plus 15 by 100 all raised to 2. So now make this 100 by 100 and all other things are same, 100 by 100, then same denominator, so 100 plus 15, 115. So 26,400 into 115 by 100 all square. Now split this one. So this is 26,400 into 115 by 100 into 115 by 100. So we can cancel this 0 and 0 and final 264 into 115 into 115 by this 100 here. Now 115 and 100 we can divide both numbers by 5. We get 23 and 20. So here 115 divided by 5 23, 100 divided by 5 20, and multiply these, we get this number, and divide with 20 we get 34,914. Now we only find amount for 2 years. Take n equal to 2 for 2 years only. Now balance is 4 month, n equal to 4 month. According to the hint in question, given hint, 4 month is we need to take as 4 by 12 years. Okay, 4 by 12 years, and here principal amount 34,914. Why their principal amount 34,914? Here compound interest use. So I already told compounder interest every year its principal amount changes. So this is the principal amount after 2 years. So we take here principal amount as 34,940. Now calculate simple interest PNR by 100. Substitute values. So here n is 4 by 12, 15 by 100. That is this 100 rate 15. That all things are same in the question. Now we can divide 4 by 12. We here get 3 and this we can cut with 5. So then we get, so here 5 3s are 15. So 3 for 20 into 500. So we can cancel 5 in this fraction. So here we get 3 and here 20. Then this 3 and this 3 cancelled. So final 34,914 by 20. And after division we get a simple interest 1,745.70. Now we need to find the final amount, required amount. So this amount we already calculated amount for 2 years. That amount plus this simple interest we get a final amount. Now question 3. Fabina borrows rupees 12,500 at 12% per annum for 3 years at a simple interest, and Radha borrows the same amount for the same time period at 10% per annum compounded annually. Who pays more interest and by how much? Here two ladies, Fabina and Radha, borrows same amount 12,500 and different rate. First Fabina 12% per annum for 3 years at simple interest, and Radha 10% per annum compounded annually. This year is the same.
So here first check, is this compounded annually or compounded half yearly? In this question given, Radha borrows compounded annually. Fabina simple interest. Simple interest in only SI equal to PNR by 100. That formula is only for second. Radha's compounded annually. So A is equal to P into 1 plus R by 100 all raised to N. That formula. പറഞ്ഞ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഫാബിന ഒരു 12,500 റുപ്പീസ് 12% റേറ്റിൽ 3 ഇയേഴ്സിന് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വാങ്ങിച്ചു. അപ്പോൾ ആ എമൗണ്ട് എത്ര, ഒരു മിനിറ്റ്, അങ്ങനെ വാങ്ങിച്ചു. രാധ സെയിം എമൗണ്ട്, ദാറ്റ് ഈസ് 12,500 തന്നെ സെയിം ടൈം പീരീഡിൽ, അതായത് 3 ഇയേഴ്സ് തന്നെ റേറ്റ് എത്രയാ? 10%-നാണ് റേറ്റ് മാത്രമേ ഇവിടെ ഡിഫറൻ്റ് ഉണ്ട്. എന്നിട്ട് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഫോർമുല ഇപ്പം പറഞ്ഞതല്ലേ. അപ്പോൾ ഹൂ പേയ്സ് മോർ ഇൻട്രസ്റ്റ് ആൻഡ് ബൈ ഹൗ മച്ച്? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റുകാരിക്കാണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകാരിക്കാണോ എമൗണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട വന്നേ? എത്ര കൂടുതൽ പേ ചെയ്യേണ്ട വന്നു? ഫസ്റ്റ് ഫോർ ഫാബിന പ്രിൻസിപ്പൽ എമൗണ്ട് റേറ്റ് N. And simple interest, she have simple interest, so PNR by 100. P substitute 12,500 into 3, N is 3 and percentage 12 by 100. This 0 and 0, 0, 0 cancelled, and final multiply 125 into 3 into 12, we get rupees 4,500. This is the interest for Fabina. Now for Radha, same amount, rate different in 3 years. So here compounded yearly. So CI equal to A minus P. I already said. Now A equal to this formula we use because compounded yearly. Now substitute P, R and N. Then 100 by 100 for making same denominator, and 100 plus 10, 110 by 100 all cube. Then split this one. Understood? Splitting. Now cancel 0, these two 0 with these two 0, then this 0 with this 0, and this 0 with this 0, and this 0 with this 0. So final 125 into 11 into 11 into 11 by this 10. Multiply, then divide with 10, we get this amount. Now calculate compound interest. Compound interest is A minus P. So A is this amount and P is principal amount. After subtraction we get compound interest 4,137.5. Now calculate difference between CI and SI. CI is this amount and SI simple interest. Its difference is 362.5. So hence Fabina pays more by 362.5. That simple interest is more than this compound interest. Now question 4. I borrowed rupees 12,000 from Jamshid at 6% per annum simple interest for 2 years. So principal amount 12,000. R rate 6% per annum simple interest N equal to. Had I borrowed this sum at 6% per annum compound interest, what extra amount would I have to pay? This is the same like a third question. In third question, their rate is different. Here rate also same. The question is asked about if same amount is in simple interest and compound interest, which need more money to pay. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഐ ബോറോഡ്, ഞാൻ ജംഷീദിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് 12,000 റുപ്പീസ് ബോറോ ചെയ്തു. എത്ര പെർസെൻറ്റേജിനാണ് റേറ്റ്? 6%. ഫോർ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ്. അപ്പോൾ എന്നെ 2 ഇയേഴ്സ് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഞാനിത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് വാങ്ങിച്ചിരുന്നതെങ്കിൽ എത്ര എമൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടത് വരുമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാ എമൗണ്ട് എത്രയാണെന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്.
So principal amount rate n, then simple interest PNR by 100, then substitute values, then 0 0 cancel, 120 into 6 doors are 12, so 120 into 12, simple interest is 1440. Next, at a compound interest, same principal amount, same rate, same years. Now compound interest A equal to minus P, then A equal this formula and substitute. These all things are same way. Okay. So 1 plus R by 100, then 6 by 100. Not R is substituted 6. Then 100 by 100 at the place of 100 by 100 for making same denominator. Then 100 plus 6, 106 by 100, then split. All these things are in the same way. After splitting, you can cut on your own ways. Otherwise, you multiply, you become great number. That's why we are cutting here. Okay, 0, 0. This 0, 0, then here 1 0 and here 1 0, then final 12 into 106 into 106 by 10, then multiply and divide, we get amount is this. Now compound interest amount minus principal amount, we get 1483.2. So this is a compound interest and this is a simple interest. Simple interest is smaller than compound interest and subtract, we get to 43.2. So hence if we borrow in compound interest, we need to pay excess amount of 43.2. Now question 5. Vasudevan invested rupees 60,000 at an interest rate of 12% per annum compounded half yearly. What amount would he get? 1 after 6 months, second after 1 year. Here Vasudevan invested 60,000, that is the principal amount, at an interest rate or 12% per annum compounded half yearly. Here note that compounded interest half yearly. What amount would he get after 6 months? That is first question, and second question is after 1 year. Okay. So first section, after 6 months. After 6 months, principal amount 60,000, rate 12% per annum, compounded half yearly. Note that. Then n equal to 6 months. That means half year. Total 1 year equal to 12 month. So 6 month is half year, and this compounded half yearly. So we use this formula, A equal to P into 1 plus R by 200 all raised to 2n. So 2n is at the place of n, the here half. So 2n equal to 2 into 1 by 2. Then 2 and 2 cancel, 1 year. 1 year means 1 half year. Okay, 1 half year. This the meaning is 1 half year. Now substitute these values. 60,000, 1 plus R 12 by 200, and 2n is 1. So here 1. Now make this 1 200 by 200. Why? Here denominator is 200, so make both the denominators same. So here 200 by 200 and 200 plus 12, 212 here raised to 1, so no need to write that. Then we simplify this fraction, finding HCF. Okay, I think all of you know finding HCF. Then substitute 53 by 50, 0 and 0 cancel. Then 6,000 by 5, we get 1,200. Now 1,200 into 53, we get 63,600. Hence he could get rupees 63,600 after 6 months. Now sub question 2, after 1 year, same principal amount and same rate. Here also compounded half yearly. Here n equal to given 1 year. Here
compounded half yearly. So use this formula A equal to P into 1 plus R by 200 all raised to 2n. So here 2n equal to 2 into 1, that is 2 half year. Here 2n means number of half years. Okay. Now substitute values. Then same like here make 200 by 200. These things are same. Here comes 2 only. So split this and 0 0 cancel. This 0 and this 0 cancel. Then 600 by 5 we get to 120. Then 120 by 5 we get to 24. Now multiply 24 into 53 into 53 we get amount. Hence he would get rupees 67,416 after 1 year. So in fifth question just asked amount, find amount only after 6 months and after 1 year. So that question is over. Now question number 6. Arif took a loan of rupees 80,000 from a bank. Arif take a loan. This principal amount is 80,000. If the rate of interest is 10% per annum, find the difference in amounts he would be paying after 1.5 years if the interest is first one compounded annually, second compounded half yearly. Here asking about same principal amount, same interest, same year, same time period. First we need to calculate compounded annually, that is A equal to P into 1 plus R by 100 all raised to n, that formula use. And second compounded half yearly, that is A into 1 plus R by 200 all raised to 2n. So this same question do in different way, and which is greater we need to find the difference in the amounts. So we need to find first both ways amount and find difference. Okay. So question 1 compounded annually, principal amount 80,000, rate 10% per annum. Here n given, n equal 1.5 year. So this type of question we done in second question. First make this year split 1 year and a half year. In second question we done 2.5 year problem. So we split, that is 2 year and a half year. Okay, same like here we split this as 1 year plus half year. Now first we need to find compound amount, compoundedly formula, use compound interest formula for 1 year. Then find the amount. Then for half year find simple interest using new principal amount. Okay. So substitute values. These all things you know. Here n1. Then make 100 by 100. Then add. These all things are same way, repetition only. Then cut 0 0. This 0 0. Then 800 into 110. We get 88,000 after 1 year compound amount. This is the principal amount for next half year. So calculate simple interest for half year. We split this years in 2 ways. Do you remember? So take that half years simple interest, then principal amount 88,000 in half year, rate 10%, I equal PNR by 100, P 88,000 into N is half, that's why write like this 1 by 2 into rate 10, then this 100 is by 100. Now 0 0, this 0 0 cancel, and 2 and 10 cancel, 5 2s are 10, then 880 into 5, 4,400. That is the simple interest for a half year. Now required amount is 88,000 plus 4,400, we get 92,400. This is the amount after 1.5 year compounded annually. Next is second sub question, compounded half yearly, same principal amount, same rate.
Now here n is also same 1.5 year, that is 2 into 1 2, 2 plus 1 3, so 3 by 2 year. Here compounded half yearly, so we use this formula. So first find 2n. 2n equal to 2 into 3 by 2. n is 3 by 2 and we can cancel this 2 and 2. So we get 3 half years. Now use this formula. Substitute the same values here. Now make here 200 is denominator. So 1 is 200 by 200. Then add the numerators 80,000 into 210 by 200 all cube. Now here we need to simplify this fraction because this fraction is a greater fraction. So if we simplify, then multiplication is very easy. So find HCF. Then you can cancel this, simplify this and split 21 by 20 into 21 by 20 into 21 by 20. Now cancel 0, this 0, this 0 and this 0. Then this 0, this 0, then 80 by 2, 40. So 80 by 40, to 2, we get here 40. Now this 40 into 21 into 21 into 21 by this 2 into 2, 4. Please take care this after cutting. Sometimes you forgot to take this denominator portion, so be careful. Take this 2 into 2, 4. Okay, now 4 and 40 again we can cancel. 10 into 4, 40, so we can cancel there here. Then 21 into 21 into 20, then into 10 we get 92,610. This is the required amount. Now find the difference. This is compounded half yearly and this amount is compounded annually. Both subtract, we get rupees 210. So both amount have a difference is 210. Now question 7. Maria invested rupees 8,000 in a business. So Maria invested 8,000, that is the principal amount. She would be paid interest at 5% per annum compounded annually. So rate is 5% and compounded annually. So first is the amount credited against her name at the end of the second year. Second year means n equal to 2 year. And third question, the interest for the third year. So first question is amount credited here after end of second year. That means take n equal to 2 and this is compounded annually. So take a equal to p into 1 plus r by 100 all raised to n. And second question is the interest for third year. Only asked interest. So first find the amount of first question, that is this second year for n equal 2 years amount. Then that amount take as a principal amount for next year and calculate its a simple interest. We get the answer of second question. Now first question, principal amount 8,000, rate to 5%, n equal to 2 years and compounded annually, a equal to p into 1 plus r by 100 all raised to n. Now substitute values here, compounded annually, so this formula. Now substitution, this is all same way like previous questions. These portions are always same like previous questions. So we get 8,820. Okay. Now the amount credited against her name at the end of second year is rupees 8,820. Now calculate third year interest only. So this amount as the principal amount of third year. Here a change in the principal amount because here for 2 years interest is compounded annually. So every year its amount, principal amount changes. So for third year starting, principal amount is 8,820, rate to 5%, n equal to 1 year.
So simple interest is PNR by 100 equal to, substitute PNR by 100 and cancel 0 and 0. Here 0, 0, then 5 into 2, 10. Then 882 by 2, we get to 441. So see, interest for third year is 441. Now question 8. Find the amount and the compound interest on 10,000 for 1.5 years at 10% per annum compounded half yearly. So here direct question. Find the amount and the compound interest for 10,000 rupees 1.5 years per 10%. P is 10,000, N is 1.5 year and R equal 10% and compounded half yearly. Would this interest be more than the interest he would get if it was compounded annually? Here asking is if would this interest is more than the interest would he get was compounded annually. So here we need to find the interest of compounded half yearly and compounded half year, annually, and compare it with which is greater. So this is like question, same like question number 6. Okay. Now first find compounded half yearly. Principal amount 10,000 in 1.5 years. That means 3 by 2 years. So compounded half yearly. So 2n equal to, we use for half yearly formula is this one. So 2n equal 2 into 3 by 2, 2 and 2 cancel. So 3 half years, rate 10%. So we need to find here compound interest. So first find amount, then find compound interest. So A equal P into 1 plus R by 200 all raised to 2n. Now substitute P, R and 2n. 2n here 3. Okay. Now 1 is 200 by 200. 10,000 into 200 plus 10, 210 by 200 all raised to 3. Now find HCF. Simplify this. You can use any method for simplification. Only one need simplify this fraction. We get 21 by 20. Otherwise you simple cancel this 0 and 0. We get 21 by 20. Okay, both are correct. Then 10,000 into 21 by 20 into 21 by 20 into 21 by 20. Then 0, 0 cancel. This 0 cancelled. Then this 0 and this 0 cancelled. Then 2 and 10. Here 5. Now final 5 into 21 into 21 into 21 by here 2 into 2, 4. So after multiplication 46,305 by 4, then division we get amount. Now calculate compound interest. Amount minus principal amount, we get 1576.25. This is the compound interest. Now the same problem we need to find compounded annually. Same problem. Here only one difference, formula is different, and here we need to split this 1.5 year as 1 year and a half year. This is like we done in question number 6 and question number 2. Okay. So in this way we split and find compound amount for this 1 year and then half year simple interest. So for 1 year CI equal A minus P, same formula, and substitute values. Okay, this same way. So we can cancel here 0 and 0, this 0 and 0, 1000 into 11, we get 11,000. Now CI is 11,000 minus 10,000, we get 1,000. So this is the compound interest for 1 year. Now this amount take as the next half year's principal amount. This section you will take care, otherwise your problem will wrong. That's take care this
area. Okay, so take this amount as a principal amount here and calculate simple interest PNR by 100. We get 550. So total interest is this 1 year interest 1000 plus this simple interest 150. So total interest is 1550 compounded annually. This is a compounded half yearly interest and this is compound interest compounded annually. So the interest when compounded half yearly would be more than interest when compounded annually. Question number 9. Find the amount which Ram will get on rupees 4096 if he gave it for 18 months at 12.5% per annum, interest being compounded half yearly. So here Ram gave 4096 rupees, that is principal amount, 18 months, that is N, and 12.5%, that is rate, and compounded half yearly. So principal amount rate is 12 into 2 24, 24 plus 1 25, so 25 by 2%. N is 18 months. 18 months is 12 month plus 6 month, 18 month. 12 month is 1 year, 6 month is half year. So this is also 1.5 year. That is 3 by 2 year, and here compounded half yearly. So we use A equal to P into 1 plus R by 200 raised to 2n. So here we need to find 2n. 2n equal to 2 into 3 by 2. 2 and 2 cancel. So 3 half years and substitute values. So here we get rate is 25 by 2. So here 25 by 2 into this 200. Okay, take care that. Now 4096 into 1 plus 25 by 2 into 200, 400. Now 1 is 400 by 400. Why? Here denominator is 400. Okay, now 400 plus 25, 425. Now find HCF of 425 and 405. With the 5, 85 and 80, again with the 5, 17 and 16. So simplify, we get 17 by 16 all cube. Now split that 4096 into 17 by 16 into 17 by 16 into 17 by 16. Now 256 into 16 we get this number. So cancel this number and 16. Here we get 256. Again 16 into 16, 256. So cancel this 256 and 16. Then 16 and 16 cancel. Final 17 into 17 into 70. That is 4933. So final amount is rupees 4930. According to CBSE's permission, 30% syllabus is deleted. So question number 10, 11, 12 are deleted. So because this all questions are same method and same like above previous questions. So that is question number 2, 3, 4, 5, 6. That is same like question number 10, 11 and 12. So this 3 portions are deleted and study thoroughly this till question number 9. Okay, so this chapter is completed. Study well, write notes. Thank you.